എവിടെ പോയിന്നാ നമ്മളെ ഇത്തിരി വെളിച്ചെണ്ണ മേടിക്കാൻ പോയാണ്. വേണ്ട 250 രൂപയാണ് വെളിച്ചെണ്ണക്ക് 1/2 കിലോത്തിന്. നല്ല കൂടിയേക്കണത്. പിന്നെ എന്തൊക്കെയാണ് എങ്ങനെ ജീവിക്കും ഇങ്ങനെ? നിങ്ങളെ ഈ ആ നൂലമലൊക്കെ മാറി ആ പെൻഷന്റെ കാര്യം മറ്റേ ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? പെൻഷന്റെ കാര്യം താൻ അറിയണല്ലോ ഇപ്പൊ പത്രത്തിലുണ്ടായില്ല. ആ പത്രത്തിലെപ്പോഴുണ്ട്. പത്രത്തിൽ ഈ പ്രാവശ്യം മന്ത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ധനകാര്യ മന്ത്രിയൊക്കെ ഉണ്ടെന്ന് ഈ പ്രാവശ്യം നിങ്ങൾക്ക് അത് കാര്യമായിട്ട് ഇപ്പൊ 2 ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ 3ാമത്തെ ബഡ്ജറ്റ് വന്ന് ഇതിനകത്തും പ്രഖ്യാപിക്കുന്ന പറയണ്ട 5000 രൂപ മിനിമം പെൻഷൻ. അതുകൊണ്ട് എങ്ങനെ ജീവിക്കും? പറ്റില്ല എന്തായാലും. ആ പൈസ കൊണ്ട് ഒരു 12 രൂപയെങ്കിലും നമുക്ക് കൈ കിട്ടിയിട്ട് ഈ ആശാവർക്കർമാർക്ക് 9000 രൂപ കിട്ടിയിട്ട് അവര് പട്ടിണി കിടന്ന് അവിടെ സമരം നടത്തിയില്ലേ? അപ്പൊ ഞങ്ങൾക്കിപ്പോ 5000 രൂപയാണ് പറയണത്. അതും കണ്ടറിയണം. പിന്നെ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്ക് 12500 അതിന്റെ DA പെൻഷൻ ഇപ്പൊ മിനിമം ഉണ്ട്. ഇതിപ്പോ സാധാരണ 3 വർഷം ജോലി ചെയ്താൽ തന്നെ അവർക്ക് 5000 കിട്ടും. 2 വർഷം ഒരു ദിവസവും കിട്ടി 5000 കിട്ടും. ഞങ്ങൾക്ക് 10-15 വർഷം ജോലി ചെയ്താൽ കിട്ടുള്ളൂ. അതെന്തിനാ ആയോണത്? ഇനി എന്ത് ചെയ്യാനാണ്? നമ്മളെ സമരങ്ങളൊക്കെ ചെയ്ത് മടുത്ത് ഇനിയിപ്പോ അത് ഇപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ റെഡിയാവും. എന്താ പരിപാടി ഉണ്ട്? ഇനി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്തായാലും ഇലക്ഷൻ അല്ലേ വന്നത്. ഇപ്പൊ 2.5 ലക്ഷം പേരുണ്ട് NPS. അവരോരോ കുടുംബമുണ്ട്. അവര് തീരുമാനിക്കട്ടെ. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കാണാൻ നമുക്ക്.